നമ്മളെന്താ വെച്ചാൽ അരി മേടിക്കാൻ വരെ നമുക്ക് ചില സമയങ്ങളിൽ ഇതില്ലാത്തതുകൊണ്ട് അത് വെച്ചതായിരുന്നു ആ പൈസ. അത് അവർ പിടിച്ച്. എന്നാൽ 5000 രൂപ പിന്നെ ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ പൈസ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ 3000 രൂപ അവർ പിടിച്ച്. ഞാനല്ല പറയണത്. പക്ഷേ കുറേ കഴിഞ്ഞിട്ടൊക്കെ അവർ പിടിച്ചോട്ടെ. പക്ഷേ ഇത് ഇപ്പം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വിഷമം. ഈ 3000 ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് 3 ലക്ഷത്തിൻ്റെ ഫലമാണ്. അത് നമുക്കിപ്പോൾ ഈ 3000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ഒരാഴ്ചക്ക് ഒരാഴ്ച നമുക്കത് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? നമ്മുടെ ചൂരൽമല ഗ്രാമീണ ബാങ്കിൻ്റെ ഒരു തമാശയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായി, ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഓടിക്കേറിയ ക്യാമ്പുകളിലേക്ക് ഓടിക്കേറിയ മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് അവർ ഈ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ EMI കട്ട് ചെയ്ത കഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10000 രൂപ അവർക്ക് അടിയന്തര ധനസഹായമായിട്ട് കൊടുത്ത 10000 രൂപ അവരുടെ അക്കൗണ്ടിൽ വരാൻ കാത്തു നിന്നു. അത് കട്ട് ചെയ്ത് EMI അവരുടെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇവർ ആ നാട്ടിലുള്ള മനുഷ്യരെല്ലാം അവരെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കായിട്ട് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്കാണ്. ചിലർ വീട് വയ്ക്കാനാണ് ലോൺ എടുത്തിരിക്കുന്നത്, ചിലർ പശുവിനെ വളർത്താൻ, തൊഴുത്തുണ്ടാക്കാൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. ആ ലോണിൻ്റെ തിരിച്ചടവ് ഇവരുടെ ഉരുൾ പൊട്ടിയത് കൊണ്ട് തിരിച്ചടവ് മുടങ്ങിയല്ലോ. അപ്പം ഉരുൾ പൊട്ടിയാലും വേണ്ടിയില്ല, എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ EMI എടുക്കും. അതാണ് ബാങ്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഉരുൾപൊട്ടലുണ്ടായ അടുത്ത ദിവസം തന്നെ ഇവർ പൈസ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പലരും അറിഞ്ഞിട്ടില്ല, അന്നേരത്തെ ആ ഷോക്കിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പം ഈ അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ അക്കൗണ്ടിൽ ക്യാഷ് വന്നപ്പോൾ കട്ട് ചെയ്തു. അത് 3000, 3400, 2000 അങ്ങനെ അവരെ എടുത്ത എമൗണ്ടിനനുസരിച്ചിട്ട് ഈ ബാങ്കുകാർ പൈസ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താണ് അങ്ങനെ കട്ട് ചെയ്തതെന്ന് ആൾക്കാർ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഓട്ടോ ഡിഡക്ഷൻ ആയിട്ട് അതങ്ങ് ഡിഡക്റ്റായി പോയതാണ്, ഇവരൊന്നും ചെയ്തതല്ലെന്നാണ്. ഇതാദ്യം, അതായത് ഉരുൾ പൊട്ടിയ ഉടനെ തന്നെയാണ് ഇവരിത് പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം സിസ്റ്റമൊക്കെ ഒന്ന് അതൊന്ന് റെഡിയാക്കി വരാനുണ്ടല്ലോ. അപ്പം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇവർക്കറിയില്ലേ ഈ ലോണിൻ്റെ ഡേറ്റ് ഇങ്ങനെ ഡ്യൂ വരും, അപ്പം നമ്മൾ ഇവർക്ക് വേണ്ട സഹായം ചെയ്യണം, ഇതൊന്ന് ഡിലേ ആക്കാം, അതിനെക്കുറിച്ചൊരു ചർച്ച, ഒരു മീറ്റിംഗ് ഒക്കെ വയ്ക്കണ്ടേ? അതൊന്നും ചെയ്യാതെ പൈസ കട്ടായിപ്പോയി. ആരും അറിഞ്ഞില്ല, ആരും പ്രശ്നമാക്കിയില്ലെങ്കിൽ അവരുടെ ലോണ് അടഞ്ഞു തീരുമല്ലോ, അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും ഇതിപ്പോൾ വലിയ വാർത്തയെല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ മീറ്റിംഗ് എല്ലാം ചേർന്ന് ഈ ലോൺ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ബാങ്കാണ് കേരള ബാങ്ക്. അവർ പക്ഷേ ആ ലോണുകളെല്ലാം എഴുതി തള്ളാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാമീണ ബാങ്കിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. പലരുടെയും പൈസ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും അറിഞ്ഞിട്ട് വരെയില്ല അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ 3000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ അതൊരു 3 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്. ആ പൈസയാണ് കൈയിട്ട് മാന്തുന്നത്. ഇതിനെന്താ പറയുക? ഈ പ്രവൃത്തിക്കൊക്കെ അല്ലേ നമ്മൾ പിച്ചച്ചട്ടി കൈയിട്ട് വരിക എന്ന് പറയുന്നത്. ശരിക്കും അതിന് വേറൊരു ഇത് പറയാനില്ല. ഇത്രയും ഒരു മോശം അവസ്ഥയിലുള്ള മനുഷ്യരുടെ അടുത്ത് നിന്ന് അവർക്ക് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്ത ആ ചെറിയ 10000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മാസം ഫുള്ള് ജീവിക്കാൻ ആ പൈസ മതിയോ എന്നുള്ളത് സംശയമാണ് ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ വില വച്ചിട്ട് അല്ലേ, ഓരോ സാധനങ്ങളുടെ വിലയെല്ലാം ആലോചിച്ചാൽ ഈ പൈസയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ മെല്ലെ കുറച്ച് ദിവസത്തിനുള്ളിൽ ക്യാമ്പെല്ലാം നിർത്തലാക്കും. അപ്പോൾ അവർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ച് വാടകയ്ക്ക് അന്വേഷിക്കുന്ന വീടുകൾക്കാണെങ്കിലും വലിയ പൈസയൊക്കെയാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. ഇവർക്ക് വാടകയായിട്ട് മാസം കിട്ടുക 6000 രൂപയാണ്. പക്ഷേ അഡ്വാൻസ് തന്നെ ചോദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 10000 മുതൽ മേലേക്കാണ് ഇവർക്ക് അഡ്വാൻസ് ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെ ആകെ ഒരു എന്താ പറയുക, കഷ്ടത്തിലായിരിക്കുന്ന മനുഷ്യരുടെ അടുത്തു നിന്നാണ് ഇങ്ങ് മാന്തി എടുക്കാനായിട്ട് പോണത്. എന്ത് തരം മനുഷ്യരാന്നാ. ഇതൊക്കെ ഒന്ന് ആദ്യമേ ആലോചിച്ചിട്ട് നമ്മളിതിങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇത്ര വലിയ ന്യൂസൊന്നും ആയിട്ടില്ലെങ്കിലേ പ്രശ്നമില്ലല്ലോ. ഇവർക്ക് ഓരോരുത്തർ സഹായമൊക്കെ ചെയ്യുന്നില്ല. അപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് നമുക്ക് മാസം മാസം EMI കട്ട് ചെയ്തെടുക്കാം എന്നോ മറ്റോ ഇവർ വിചാരിച്ചിരുന്നേന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ മേലെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കരുണ കാണിക്കുക. അത് ബാങ്കായാലും ശരി, മനുഷ്യരായാലും ശരി, എന്തായാലും ശരി, ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരോട് കുറച്ച് കരുണ കാണിക്കുക. ഇപ്പോഴാണ് നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ഓർക്കുന്നത്.
നമുക്ക് ലോങ് ടേം, അതായത് വീട് വയ്ക്കാം, സ്കൂളുണ്ടാക്കാം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം അത് നടക്കണ്ടേ, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് കിട്ടിയ പൈസ, അതിന് കിട്ടിയ ആ തുച്ഛമായ പൈസയിൽ നിന്നാണ് ബാങ്കുകാർ അവരുടെ EMI കട്ട് ചെയ്ത് കൊണ്ടുപോയത്. തിരിച്ചിടും, 2-3 പേർക്ക് തിരിച്ചിട്ടു എന്നൊക്കെ പറയുന്നു. 3 പേരൊന്നും അല്ല ലോൺ എടുത്തേക്കുന്നത്, ഒരുപാട് പേര് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പൈസയെല്ലാം പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയോ ഇല്ലയോ നമുക്ക് നോക്കാം.